ഡോക്ടറെ, യൂറിക് ആസിഡ് കൂടുതൽ ആൾക്കാർക്ക് ശ്വാസമുട്ടലുണ്ടാന്ന് പറയുന്നത് ഉള്ളതാണത്? ഉള്ളതാണ്. ബേസിക്കലി ഈ യൂറിക് ആസിഡ് കൂടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരു ഇൻഫ്ലമേഷൻ കൂടുന്നതാണ്. അപ്പോൾ ഈ ശ്വാസം മുട്ടലുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് ആസ്മ, COPD അങ്ങനെയുള്ള അസുഖമുള്ള ആൾക്കാരിൽ ഓൾറെഡി നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ട്. എപ്പോൾ വേണമെങ്കിലും റിയാക്ട് ചെയ്യാന്നുള്ളൊരു അവസ്ഥയാണ്. അപ്പോൾ ഈ യൂറിക് ആസിഡ് കൂടുമ്പം നമ്മുടെ രക്തധമനികളിൽ അതിൻ്റെതായ എഫക്റ്റുകൾ വരാം. രക്തോട്ടത്തിൽ പ്രശ്നം വരാം. അപ്പോൾ നമ്മുടെ ലങ്സിലേക്കുള്ള ഓക്സിജൻ്റെ സപ്ലൈയിൽ കുറവ് വരാം. അത് തന്നെ നമുക്ക് ശ്വാസം മുട്ടൽ കൂടുതലായിട്ട് വരാം. അത് കൂടാതെ പൾമണറി ഹൈപ്പർ ടെൻഷനുള്ള റിസ്ക് കൂടും. എന്താണ് ഈ പൾമണറി ഹൈപ്പർ ടെൻഷൻ? നമ്മുടെ ലങ്സ് പുറത്തു നിന്നുള്ള വായു എടുത്തിട്ട് വായുവിൽ നിന്ന് നമ്മൾ ഓക്സിജനെ സെപ്പറേറ്റ് ചെയ്യും. ആ ഓക്സിജൻ നമ്മൾ ലങ്സ് ഹാർട്ടിലേക്ക് കൊടുക്കുക. അപ്പോൾ ആ ലങ്സിൽ നിന്ന് ഹാർട്ടിലേക്ക് കൊടുക്കുന്ന ഒരു ബ്ലഡ് വെസലുണ്ട്, അതായത് രക്തധമനിയുണ്ട്. അതിനെയാണ് നമ്മൾ പൾമണറി ആർട്ടറി എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിൽ പ്രഷർ കൂടുന്നതാണ് പൾമണറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പം ആ ആർട്ടറിയിൽ പ്രഷർ കൂടുകയും അത് കാരണം ശ്വാസതടസ്സം കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പൾമണറി ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാം, പൊതുവേ ഓക്സിജൻ സപ്ലൈയിൽ കുറവ് വരാം. അതുകൂടാതെ സ്ലീപ്പ് ആപ്നിയ എന്ന് പറയും, അതായത് നമ്മൾ ഉറക്ക സംബന്ധമായ ശ്വസന രോഗം. ആ സ്ലീപ്പ് ആപ്നിയ കൂടാനുള്ള സാധ്യതയും ഈ യൂറിക് ആസിഡ് കൂടുമ്പോൾ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്യുക, അതായത് വെള്ളം നല്ലോണം കുടിക്കുക, ഹൈഡ്രേറ്റ് ചെയ്യുക. അതുകൂടാതെ ഹൈ പ്യൂറിൻ ഡയറ്റ് ഒഴിവാക്കുക. ഹൈ പ്യൂറിൻ ഡയറ്റ് എന്തൊക്കെയാണ്? റെഡ് മീറ്റ്, അതായത് മട്ടൺ, പോർക്ക്, ബീഫ്, അങ്ങനത്തെ ഇത്. ആൽക്കഹോൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. അതുകൂടാതെ ഷുഗറി ഡ്രിങ്ക്സ് കുടിക്കാതിരിക്കാൻ നോക്കുക, ഈ എനർജി ഡ്രിങ്ക്സ് അങ്ങനത്തെ ഇതൊക്കെ. പിന്നെ നല്ലോണം വ്യായാമം ചെയ്യുക. ഇത്രയും നമ്മൾ ചെയ്യാൻ നോക്കുക. യൂറിക് ആസിഡ് എന്തായാലും കുറച്ച് വെക്കണം. അല്ലെങ്കിൽ ശ്വാസകോശ രോഗമുള്ള ആൾക്കാരിൽ അത് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടും മൂർച്ഛിക്കാനും സാധ്യതയുണ്ട്.